ഇൻട്രോ ഒട്ടും ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നിയില്ലല്ലോ അല്ലേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാം. കമോൺ. വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് റെഡി. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ നാളായി ആലോചിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. എന്തൊരാഘോഷം വരുവാണെങ്കിലും ഒന്നെങ്കിൽ ബിരിയാണി അല്ലാന്നുണ്ടെങ്കിൽ സദ്യ, ഇതാണല്ലോ പതിവ്. അപ്പം അതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ കിച്ചണിൽ ഒരു അതിഥി ആയതുകൊണ്ട് എല്ലാം എനിക്കൊരു പുതുമയായിരുന്നു. നമ്മൾ പേളി ചേച്ചീൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഈ കഷ്ടപ്പെട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയാണ്. റൈസ് ഓൾറെഡി വേവിക്കാൻ വെച്ചു. പിന്നെ ചിക്കനാണ്. ചിക്കനിൽ സോയ സോസ്, പെപ്പർ, സോൾട്ട് ഇത് മിക്സ് ചെയ്തിട്ടായിരുന്നു വേവിച്ചത്. വേറൊരു മസാല ഞാൻ ചിക്കനിൽ ആഡ് ചെയ്തില്ല. ഇനി റൈസിലേക്കാണെങ്കിൽ ഗ്രാമ്പൂ, പട്ട, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ കുറച്ച് നമ്മൾ നാരങ്ങ നീര്, സോൾട്ട്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത്. ഇനി നടന്നതെല്ലാം ഫുള്ള് കോമഡി ആയിരുന്നു കേട്ടോ. പാത്രം ചൂടാക്കി അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു എത്ര വേണമെന്നുള്ളത്. അപ്പം കുറച്ച് ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായപ്പം അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇടാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ എല്ലാം മാറിപ്പോയി. ബീൻസ് ഇട്ടു, പച്ചമുളക് ഇട്ടു, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്തു. സ്പ്രിംഗ് ഒനിയനാണ് പിന്നെ ഇട്ട് കൊടുത്തത്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നത്. ഈ ഫ്രൈഡ് റൈസിൽ പല കാര്യങ്ങളും ഞാൻ ലാസ്റ്റേക്കാണ് ചെയ്തത്, വഴിയെ കാണാം. ക്യാപ്സിക്കം, ക്യാരറ്റ് ആഡ് ചെയ്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മാഗി ക്യൂബ്, സോയ സോസ്, എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച് ചിക്കിപ്പറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ, പിന്നെ നമ്മൾ വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളും ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി വെച്ച് നമ്മൾ എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും അത്രേ. അതിലേക്ക് നമ്മളൊരു മുട്ട ഓൾറെഡി ഞാൻ ഉപ്പും പെപ്പറും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ മുട്ടയും നമ്മൾ അത്യാവശ്യം വേവിച്ചെടുത്തു, ഉപ്പേരി രൂപത്തിലാക്കിയെടുത്തു. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തു നന്നായിട്ട്. ഇനി റൈസ് ഇടലാണ്, പക്ഷേ ഇനിയും കുറേ വെജിറ്റബിൾസ് ഞാൻ ഇതിൽ മിസ് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് പറയാം. റൈസ് ഇട്ട് കൊടുത്തു. ഒരു ഹാഫ് വേവിലാണ്, ഒരു 90% ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റൈസ്. എന്നിട്ട് പൊട്ടാണ്ട് ഇളക്കാണ്ട് മെല്ലെ മെല്ലെ അത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചാൽ 2-3 വെജിറ്റബിൾസും കൂടെ ഇടാനുണ്ടായിരുന്നു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ക്യാബേജ് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലിട്ട് കുറച്ച് നൈസായിട്ട് വേവിച്ചു. എന്നിട്ട് നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പെപ്പർ ഇട്ട് കൊടുത്തു, കുറച്ചുകൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു, സ്പ്രിംഗ് ഒനിയൻ, വളരെ കുറച്ച് ഗ്രീൻ പീസ്, എന്നിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തു. ഓ മൈ ഗോഡ്, ഫ്രൈഡ് റൈസ് റെഡി. ഫ്രൈഡ് റൈസ് എല്ലാവരും മസ്റ്റ് ട്രൈ ഉള്ള ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ചുമ്മാ പൊക്കി പറയുന്നതല്ല. എനിക്ക് ഫ്രൈഡ് റൈസ് വലിയ താല്പര്യമില്ലാത്തതിനെ കൊണ്ട് എനിക്കിത് ഇഷ്ടമാവും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇനി ഉണ്ടാക്കും. സൈഡ് ഡിഷായിട്ട് ഞാൻ ചിക്കൻ മഞ്ചൂരിയനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സോസ് മാത്രം മതി. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.